സോ ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ടൂൾ വെച്ച് നമ്മൾ ഈ ഒരു ഹോൾ ജസ്റ്റ് ഒന്ന് വലുതാക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഇതുപോലൊരു ടൂളുണ്ട്. ഈ ടൂളിനെ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അഴിച്ചെടുത്തിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് അതിൻ്റെ ഉള്ളിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറക്കും പോലെ കറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പീസ് ഇതുമായിട്ട് നല്ല ടൈറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ഇത് കറക്കുമ്പോഴത്തേക്കും ഇതും അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്ത് തന്നെ ഇതിനുള്ളിലേക്കും കയറിക്കോളും. അപ്പോൾ അങ്ങനെ കയറി ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതാണ് ഇതിൻ്റെ മെയിൻ സാധനം, ഒരു മഷ്റൂമാണ്. ഇതൊരു മഷ്റൂം പഞ്ചർ കിട്ടെന്നാണ് ഇതിനെ പറയുന്നത്. ഇതുപോലത്തെ ഒരു മഷ്റൂം വെച്ച് നമ്മൾ പഞ്ചർ ഒട്ടിച്ചാലുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടയറിൻ്റെ ഒരു ഹോൾ ഇതാണെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ഉള്ളിലേക്ക് ഇതുപോലെയാണ് അത് ഫിക്സ് ആവുന്നത്. മീൻസ് ഈ ഒരു ഏരിയ ഉള്ളതുകൊണ്ട് ഇത് പിന്നെ ഒരിക്കലും തിരിച്ച് പുറത്തേക്ക് വരില്ല, അങ്ങനെ അങ്ങ് ലോക്ക് ആയിക്കോളും. നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പഞ്ചർ ഒട്ടിക്കുമ്പോഴത്തേക്കും അവർ 2 ത്രെഡ് വെച്ചാണ് നമുക്ക് പഞ്ചർ ഒട്ടിച്ച് തരുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു നോർമൽ ബൈക്കിനൊക്കെ അത് ഓക്കെയാണ്. പക്ഷേ നിങ്ങൾ ഫാസ്റ്റായിട്ട് ഓടിക്കും എന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫാസ്റ്റായിട്ട് ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഹൈവേയിലൊക്കെ നമ്മൾ വളരെ ഹൈ സ്പീഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് പറയാൻ പറ്റില്ല, ചിലപ്പം പ്രഷർ അധികമായി കഴിഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചറൊക്കെ എന്തായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ടൈമിൽ ചിലപ്പോൾ ആ ഒരു പ്രഷർ കൊണ്ട് ആ 2 ത്രെഡ് പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതൊരു റിസ്ക്കാണ്. ഇപ്പോൾ നമുക്കറിയാം ഇതിപ്പോൾ ഒരുപാട് ഫാസ്റ്റായിട്ടുള്ളൊരു മെഷീനല്ല, ബട്ട് സ്റ്റിൽ ഒരു 150cc വെച്ച് നോക്കുമ്പം ഇത് ഇൻസൈൻലി ഫാസ്റ്റാണ്. നമ്മൾ അതുപോലെ ഫാസ്റ്റായിട്ടുള്ളൊരു ബൈക്കാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലൊരു മഷ്റൂം കിറ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഐഡിയ. ഞാൻ നോക്കിയതിൽ വെച്ച് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളൊരു സാധനം ഇതാണ്. അപ്പോൾ നമുക്കിനി ഈ മഷ്റൂം ഇതിനുള്ളിലേക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് നമുക്ക് വേറെ ടൂളുണ്ട്. സോ നമ്മൾ അതിനാദ്യം ചെയ്യേണ്ടത്, നമുക്ക് ഇതുപോലെ ഒരു ഏരിയയിൽ നമുക്ക് മഷ്റൂം വെക്കണം. അതിന് നമ്മൾ ജസ്റ്റ് ഇതിനൊന്ന് റിവേഴ്സ് മോഡലിലൊന്ന് കറക്കുക. നമ്മൾ ഈ ഒരു മഷ്റൂം ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെയും ഇതുപോലെ തന്നെ ജസ്റ്റ് നമുക്കിതൊന്ന് കറക്കി ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ കറക്റ്റ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇത് നമ്മൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് അങ്ങ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേ അതങ്ങ് ഉള്ളിലാകത്തുള്ളൂ. ഓക്കെ, തിരിച്ച് റിമൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കാണാം ആ മഷ്റൂം ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഈ പുറത്തേക്ക് കുറച്ച് ഏരിയ ഇങ്ങനെ ഒന്ന് തള്ളി വയ്ക്കും. അത് നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചർ സെറ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ എയർ അടിച്ച് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് പഞ്ചർ ഓടിക്കാൻ പറ്റും. സോ നിങ്ങളെല്ലാവരും ഇതുപോലൊരു കിറ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് കിറ്റ്. ഗ്രാൻഡ് പിറ്റ് ഷോപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഞാൻ മേടിച്ചാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം, ഇതുപോലെ ചെറിയൊരു ബാഗായിട്ടാണ് അവർ തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. നമ്മളിപ്പോൾ ഒരു ലോങ് ടൂറിലാണെങ്കിൽ നമുക്കിത് ബാഗിനകത്ത് വെച്ചേക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത് അത്ര വലിയ ഹെവി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റും അല്ല. സോ നമുക്കിത് ഈസി ആയിട്ട് കൊണ്ട് നടക്കാം.